ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഫിഗ്സ് ആൻഡ് ഹണി പുഡിങ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് അത്തിപ്പഴവും അതുപോലെ തേനും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയാണ്. 100% ഷുവറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പാർട്ടികളിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ പുഡിങ്ങും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പുഡിങ് സെറ്റാണ്. ഞാനിവിടെ ജെലാറ്റിനാണ് എടുക്കുന്നത്. അപ്പോൾ ജെലാറ്റിന് 2 ടേബിൾ സ്പൂണോളം ജെലാറ്റിൻ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ ചൈന ഗ്രാസ് എടുക്കുന്നതെങ്കിൽ ഒരു 10 ഗ്രാമോളം വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ജെലാറ്റിന് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളത്തിൽ നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അത്തിപ്പഴം അഥവാ ഫിഗ്സ് ഒന്ന് ഇതുപോലെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു വടിയിൽ ഇങ്ങനെ കോർത്തതുപോലെയാണ് വാങ്ങിക്കാനായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇതുപോലെ വിടർത്തിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ. ഈ ഒരു അത്തിപ്പഴം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ ബുദ്ധിശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വലിയവരാണെങ്കിൽ വലിയവർക്ക് പലർക്കും ഉള്ള ഒരു അസുഖമാണ് ബ്ലഡ് പ്രഷറിലുള്ള വ്യതിയാനങ്ങളൊക്കെ, അതിനൊക്കെ ബെസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറിലുള്ള അസിഡിറ്റി അതുപോലെ തന്നെ വയറെരിച്ചൽ ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയതിന് ശേഷം കുറച്ച് പാല് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അങ്ങ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇപ്പം നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതായത് അടിയിലെ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ജെലാറ്റിൻ അടങ്ങിയിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ജെലാറ്റിന് നന്നായിട്ട് ഇതുപോലെ മെൽട്ടായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇത് മെൽട്ടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ അത്തിപ്പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഏകദേശം ഒരു 2 കപ്പോളം പാല്, അതായത് തിളപ്പിച്ചാറ്റിയ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കപ്പ് പാല് ചേർത്തെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, അതായത് നല്ല കട്ടിയുള്ള പാല്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പോളം ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ നിങ്ങൾ പാല് തന്നെ നല്ല തിളപ്പിച്ചിട്ട് കുറുക്കിയെടുത്ത പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 4 കപ്പ് പാലിന് 2 കപ്പായിട്ട് വറ്റിച്ചെടുത്തത് ചേർത്താലും നല്ല ടേസ്റ്റി തന്നെയായിരിക്കും. അപ്പോൾ ഫ്രഷ് ക്രീം കിട്ടുന്നവരാണെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു പുഡിങ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിൽ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ സ്വീറ്റ്സിലൊക്കെ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ പകുതി അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും പകുതി നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാം. ഏറ്റവും നല്ല ടേസ്റ്റി ആയിരിക്കുക മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ജെലാറ്റിന് അത്യാവശ്യം ഒന്ന് ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി നമ്മുടെ ജെലാറ്റിന് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മിക്സായി വരണം, അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണ് ഇത്. പക്ഷേ അത്യാവശ്യം കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു പുഡിങ് അത്രയേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഹണി ചേർക്കുമ്പോൾ, അതായത് തേന് നല്ല ഒറിജിനൽ തേനാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒറിജിനൽ തേന് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർക്കുക. ഇനി നമുക്കിതൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റാം.
ഇതിപ്പോൾ ഏകദേശം ഒരു 10-20 ആൾക്ക് സെർവ് ചെയ്യാനുള്ള പുഡിംഗ് ഉണ്ടാവും ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ 1/4 ഭാഗം ഈ ഒരു ട്രേയിലും ബാക്കി ഒരു ഫ്ലവർ ഷേപ്പുള്ള മൗൾഡിലും കൂടിയിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊരു സിലിക്കോണിൻ്റെ മൗൾഡാണ്. ഇത് നമുക്ക് ഫ്ലവർ ഷേപ്പിൽ ഡിമോൾഡ് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും, സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, അത്തിപ്പഴം നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അരമണിക്കൂർ ഫ്രീസറിലും അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തുമായിട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുറത്ത് കുറച്ച് സമയം വെക്കേണ്ടി വരും. മൗൾഡിൽ ഒഴിച്ചതും ഇതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിൽ കുറച്ച് ഹണി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തേന് മുകളിൽ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗാർണിഷ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഡിംഗ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്